സ്വർണവായ്പയുടെ മറവിൽ കോടികളുടെ വെട്ടിപ്പ് നടത്തിയ കേസിൽ പോലീസ് അന്വേഷണം കാര്യക്ഷമമല്ലെന്ന് പരാതിക്കാർ ആരോപിച്ചു. കൃഷ്ണപിള്ളയും ടിനു തമ്പാൻ എന്ന് പറയുന്ന വ്യക്തിയും രാഹുൽ രാധാകൃഷ്ണൻ എന്ന് പറയുന്ന ഒരു വ്യക്തിയും എന്നെ സമീപിച്ചിട്ട് ഞങ്ങൾ മൂന്നുപേരുകൊണ്ടുള്ള പാർട്ട്ണർഷിപ്പിലുള്ള കലർ ഷോപ്പാണെന്നും പറഞ്ഞാണ്ട് നമ്മളെ കൊണ്ട് പണയം കാനറ ബാങ്കിൽ ഇരുന്നതാണ്. എൻ്റെ പണയം അവരുടെ രജിസ്റ്ററിലാണെങ്കിൽ ഞാൻ എടുത്തേക്കുന്ന എമൗണ്ടിൽ കൂടുതലാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതിൽ 32 പവൻ നിലവിൽ അവിടെ ഇല്ലെന്നാണ് അവരുടെ രജിസ്ട്രി ഇല്ല. അപ്പോൾ അത് ഞങ്ങൾക്ക് എന്താ വെച്ചാൽ ഞാൻ അതനുസരിച്ച് പുറത്തിയാട് സ്റ്റേഷനിൽ പരാതിയായിട്ട് ചെന്നപ്പോൾ CSR പറഞ്ഞ 10 ദിവസം വെയിറ്റ് ചെയ്യും, പരാതി ഇപ്പം വേണ്ട എന്നാണ് ഞങ്ങളോട് പറഞ്ഞത്. സെറ്റിൽമെൻറ്റിന് അങ്ങനെ പോകാം എന്നുള്ള രീതിയിൽ. പക്ഷേ അവിടുന്ന് നീതി കിട്ടാനും ഞാൻ DYSPക്ക് പരാതി കൊടുത്തു. അതിനുശേഷമാണ് എന്നെ മൊഴിയെടുക്കാൻ വിളിച്ചത്. മൊഴിയെടുത്തിട്ട് ഇന്നിപ്പം 5-6 ദിവസമായി. പക്ഷേ ഇതേതും പ്രതികളെ കണ്ടെത്താനോ മറ്റ് നടപടികൾക്കോ ഒന്നും പോയിട്ടില്ല. ഞാൻ 10/12/2025 ഡിസംബറിലാണ് ഞാൻ ഈ സ്വർണം വെച്ചിരുന്നത്. അവരുടെ ലെഡ്ജർ നോക്കിയപ്പോൾ 10-ാം തീയതി വെച്ചിരുന്ന സ്വർണം 12-ാം തീയതി പുതുക്കിയിരിക്കുന്നു, 18-ന് പുതുക്കി, 22-ന് പുതുക്കി, 28-നും പുതുക്കി. ഞാൻ പൈസ ഒന്നും അടച്ചിട്ടില്ല. എന്നിട്ട് ജനുവരിയിൽ 14-ാം തീയതി എൻ്റെ ഹസ്ബൻഡ് കുറച്ച് പൈസ അടച്ചു, മുതലും പലിശ അടച്ചു. ജനുവരി 28-ാം തീയതി അവിടുന്ന് ക്ലോസ് ചെയ്തേക്കുന്നു. ഇതിനകത്ത് ഇട്ടേക്കുന്ന മുഴുവനും കള്ളസൈനാണ്, എൻ്റെ ഒരു സൈനും ഇല്ല. ചുനക്കര, കോവല്ലൂരും കറ്റാനം ഭരണിക്കാവും ഇല്ലത്തുമുക്കലെ ശ്രീലകം ഫിനാൻസിൽ സ്വർണ്ണപ്പണയ വായ്പയുടെ മറവിൽ നടന്ന വെട്ടിപ്പുമായി ബന്ധപ്പെട്ട് പ്രതികളായ യുവമോർച്ച ആലപ്പുഴ ജില്ലാ സെക്രട്ടറി രാഹുൽ രാധാകൃഷ്ണൻ, ഫൈനാൻസ് ഉടമ രാധാകൃഷ്ണപിള്ള, പാർട്ണറെന്ന് പരിചയപ്പെടുത്തിയ ടിനു തമ്പാൻ എന്നിവർ ഒടുവിലാണെന്നും പരാതിക്കാരികൾ പറഞ്ഞു. കറ്റാനം സ്വദേശിനി സുമാ വിനോദ് ചെങ്ങന്നൂർ DYSPക്ക് നൽകിയ പരാതിയിൽ കുർത്തിക്കാട് പോലീസാണ് കേസ് അന്വേഷിക്കുന്നത്. മറ്റ് ബാങ്കുകളിൽ പണയം വെച്ച സ്വർണ്ണ ഉരുപ്പടികൾ ടേക്ക് ഓവർ ചെയ്ത് കുറഞ്ഞ പലിശയ്ക്ക് പണയ വായ്പ നൽകാമെന്ന് തെറ്റിദ്ധരിപ്പിച്ച് സ്വർണം കൈക്കലാക്കുകയായിരുന്നുവെന്ന് തട്ടിപ്പിനിരയായവർ പറയുന്നു. സുമയുടെ 416 ഗ്രാം സ്വർണമാണ് നഷ്ടപ്പെട്ടത്. തങ്ങൾ നടത്തുന്ന സ്ഥാപനമാണെന്നും പലിശ നിരക്ക് കുറച്ച് പണയ വായ്പ നൽകാമെന്നും തെറ്റിദ്ധരിപ്പിച്ചാണ് സ്വർണം തട്ടിയെടുത്തതെന്നും പറഞ്ഞു. പണയമെടുക്കാൻ ചെന്നപ്പോഴാണ് സ്ഥാപനത്തിൽ സ്വർണമില്ല എന്ന് മനസ്സിലായതെന്നും പറഞ്ഞു. പ്രതികളുടെ ചിത്രങ്ങളും ഇവർ പുറത്തുവിട്ടു. വിവരമറിഞ്ഞെത്തിയ മറ്റ് പണയക്കാരും പരിശോധനയിൽ തട്ടിപ്പിനിരയായത് അറിഞ്ഞിരുന്നു. പണയം വെച്ചപ്പോൾ രസീതിൽ ഒരു തുകയും സ്ഥാപനത്തിന്റെ രജിസ്റ്ററിൽ വലിയ തുകയും രേഖപ്പെടുത്തിയതായി കണ്ടെത്തിയെന്നും പരാതിക്കാർ പറഞ്ഞു. സ്വർണ്ണപ്പണയ വിവരം അന്വേഷിക്കാൻ ടിനു തമ്പാന്റെ വീട്ടിലെത്തിയ തന്നെ ടിനുവിന്റെ ഭർത്താവ് സജുവും യുവമോർച്ച നേതാവ് രാഹുൽ രാധാകൃഷ്ണനും ചേർന്ന് മർദ്ദിച്ചെന്ന് സുമ പറയുന്നു. കരിമുളക്കൽ സ്വദേശിനി സുബിനയുടെ 112 ഗ്രാം സ്വർണമാണ് തട്ടിയെടുത്തതായി പരാതിയുള്ളത്. കരിമുളക്കൽ സ്വദേശിനി സരസ്വതിയുടെ 32 ഗ്രാം സ്വർണവും പണയമെടുക്കാൻ ചെന്നപ്പോൾ കാണാത്ത അവസ്ഥയിലായിരുന്നുവെന്നും പറയുന്നു. സമാനമായ 13 പരാതികളാണ് കുർത്തിക്കാട് സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. സംഭവത്തിൽ അടിയന്തര നിയമ നടപടി ഉണ്ടാകണമെന്ന് പരാതിക്കാർ പറഞ്ഞു. CDNet ന്യൂസ്, ചാരുമൂട്.